പൂർണ്ണമായും റദ്ദാക്കണം. മെഡിക്കൽ പ്രവേശനം സംസ്ഥാനങ്ങൾക്ക് കൈമാറണം. ടി.വി.കെ. നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കി മെഡിക്കൽ പ്രവേശനത്തിൻ്റെ നിയന്ത്രണം സംസ്ഥാനങ്ങൾക്ക് കൈമാറണമെന്ന് തമിഴക വെട്ടിക്കഴകം. സംസ്ഥാനങ്ങളെ മെഡിക്കൽ പ്രവേശനം നടത്താൻ അനുവദിക്കണമെന്നും സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ വിദ്യാഭ്യാസം കൂടുതൽ ശക്തമായി ഉൾപ്പെടുത്തണമെന്നും ടി.വി.കെ. പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റണമെന്നും പറഞ്ഞു. ഡൽഹി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതും ഉറച്ചതുമാണെന്ന് ടി.വി.കെ. വ്യക്തമാക്കി. നീറ്റ് യു.ജി. 2026 ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കേണ്ടി വന്ന സാഹചര്യം ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷാ സംവിധാനത്തിൻ്റെ പോരായ്മകൾ തുറന്നുകാട്ടിയെന്ന് ടി.വി.കെ. ആരോപിച്ചു. പരീക്ഷ റദ്ദാക്കിയതിന് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി. തമിഴ്നാട് സർക്കാർ വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം ആവർത്തിച്ച ടി.വി.കെ. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലെ പ്രവേശനം സംസ്ഥാനങ്ങൾക്ക് നടത്താൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾ, സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ, തമിഴ് മാധ്യമത്തിൽ പഠിച്ചവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവർ നീറ്റ് പരീക്ഷ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി. അതേസമയം തമിഴ്നാട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്രതീക്ഷിത പ്രതിഷേധം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ് റാപ്പ് ഗായകനും സാമൂഹിക പ്രവർത്തകനുമായ റാപ്പർ അറിവ് ഉൾപ്പെടെ 5 പേരെ ചെന്നൈ പോലീസ് ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഇവരെ പോലീസ് തടയുകയായിരുന്നു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും ഇവരെ സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതായും പോലീസ് പറഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രി സി. ജോസഫ് വിജയിനെ കാണാൻ റാപ്പർ അറിവിന് അനുമതി നൽകി. അതേസമയം റാപ്പർ അറിവിനെ കസ്റ്റഡിയിലെടുത്തതിനെ ശക്തമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് ഉദയനിധി രംഗത്തെത്തി. നീറ്റിനെതിരെ ശബ്ദമുയർത്തിയതിനാണ് റാപ്പർ അറിവിനെ അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. അറിവിൻ്റെ ശബ്ദം രാജ്യത്തെയും തമിഴ്നാട്ടിലെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായും ഉദയനിധി സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.